ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സോയ ചങ്ക്സിൻ്റെ കറി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 100 ഗ്രാം സോയ ചങ്ക്സ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കുതിർത്തെടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് വരെ അടച്ചു വയ്ക്കാം. നമ്മുടെ സോയ ചങ്ക്സ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. നമുക്ക് ഇനി ഈ സോയ ചങ്ക്സ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. സോയ ചങ്ക്സ് നല്ലതുപോലെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ അതിൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ആ പച്ചമണം മാറുമ്പോൾ നമുക്കതിനതിൽ ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്വല്പം കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഉള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് സ്വല്പം നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് വേവിക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിക്കും എല്ലാം കൂടെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ വഴന്ന് വരണം. നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനി നമുക്ക് അതിലേക്ക് സോയ ആയിട്ട് ഇളക്കി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ
കഴിക്കാം. ഏറ്റവും ടേസ്റ്റുള്ളതാണ്. ഇതെല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.